Hi all, welcome back to our YouTube channel MJ and PJ Commerce Classes. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ നടത്തുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. First one, statistics introduction. Second one, collection of data. Third one, organization of data. Fourth one, presentation of data. And last one, uses of statistical tools. 5, 6, 7, 8 എന്നീ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പ്രോബ്ലം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയയിൽ പറയുന്ന ടോപ്പിക്സ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സിന് ഫുൾ മാർക്സ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇനി ഈ ചാപ്റ്റേഴ്സിൽ ഈ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റോ ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ദെൻ വേരിയബിൾസ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ്, വാട്ട് ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും ടോപ്പിക്സ് നല്ല തെറോയായി പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം, ഏതെല്ലാം സോഴ്സ് നിന്ന് കളക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കളക്ട് ചെയ്ത ഡാറ്റ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. സോ അതിന് മുന്നേ നമ്മൾ റോ ഡാറ്റ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ റോ ഡാറ്റ? ഒരു ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റ റോ ഡാറ്റ ആയിരിക്കും. അതായത് ഈ റോ ഡാറ്റ ഉപയോഗിച്ച് നമുക്കൊരു മീനിങ് ഫുൾ കൺക്ലൂഷനിലെത്താൻ സാധിക്കില്ല. ഇങ്ങനെ ഒറിജിനൽ ഫോമിൽ കളക്ട് ചെയ്തതും ക്ലാസിഫൈ ചെയ്യാത്തതുമായ ഡാറ്റയാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ കളക്റ്റഡ് ഇൻ ഒറിജിനൽ ഫോം വിത്തൗട്ട് ബീയിങ് ക്ലാസിഫൈഡ് ഈസ് കോൾഡ് റോ ഡാറ്റ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ സെൻസസ്, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോപ്പുലേഷൻ സെൻസസ് കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്ത ഡാറ്റ പ്രോപ്പറായി ക്ലാസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ, അറേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്യാത്തിടത്തോളം കാലം അത് റോ ഡാറ്റയാണ്. ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്കൊരു കൺക്ലൂഷനിലെത്താനോ അതിനൊരു ഇൻ്റർപ്രറ്റ് ചെയ്യാനോ സാധിക്കില്ല. അങ്ങനെയുള്ള ഡാറ്റയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത്. ക്ലാസിഫൈ ചെയ്യാത്ത ഡാറ്റയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? Classification is the process of grouping of related facts into different classes. ഒരേ സ്വഭാവമുള്ള ഡാറ്റയെ ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഡാറ്റയെ മീനിങ്ഫുൾ ആക്കുന്ന പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിൽ കൂടി ഈ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു ലൊക്കാലിറ്റിയിൽ 200 ഫാമിലീസ് ഉണ്ട്. നമ്മൾ അവരുടെ ഇൻകം, മന്ത്ലി എക്സ്പെൻഡിച്ചർ, എഡ്യൂക്കേഷൻ, റിലീജിയൻ, സൈസ് ഓഫ് ഫാമിലി തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ഇങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റ പ്രോപ്പറായി ക്ലാസിഫൈ ചെയ്തില്ലെങ്കിൽ ഈ ഡാറ്റ കൊണ്ട് നമുക്ക് ഒരു ഉപയോഗവും ഇല്ല. ഇതൊരു റോ ഡാറ്റയാണ്. അതായത് മൊത്തം ഫാമിലീസിൽ എത്ര പേർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട്, എത്ര പേർ അൺഎഡ്യൂക്കേറ്റഡ് ആണ്, എത്ര പേർക്ക് ആനുവൽ ഇൻകം 1 lakhന് മുകളിലുണ്ട്, എത്ര പേർക്ക് 1 lakhന് താഴെ ആനുവൽ ഇൻകം ഉണ്ട്. ഇങ്ങനെ ഡാറ്റയെ മീനിങ് ഫുള്ളായി ക്ലാസിഫൈ ചെയ്താൽ മാത്രമേ ആ റോ ഡാറ്റ കൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ്, മേലെ പറഞ്ഞ ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, എന്തെല്ലാം ബേസിസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ തന്നെ പറയുന്നതാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തെല്ലാം ബേസിസിൽ നമുക്ക് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യാം. പ്രധാനമായും 4 തരത്തിലാണ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ജോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. First one, geographical or spatial classification. Geographical classification, spatial classification, locational classification എന്നൊക്കെ പറയാം. ജോഗ്രഫിക്കൽ ഓർ ലൊക്കേഷണൽ ഡിഫറൻസിനനുസരിച്ച് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ഈ ജോഗ്രഫിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കൺട്രീസിനെ ബേസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാവാം, ഏരിയാസിനെ ബേസ് ചെയ്തിട്ടാവാം, ഡിസ്ട്രിക്ട്സിനെ ബേസ് ചെയ്തിട്ടാവാം. ഇങ്ങനെയെല്ലാം ഈ ബേസിസിലെല്ലാം ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ നമ്മൾ സ്റ്റേറ്റ് വൈസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അതേപോലെ ഡാറ്റ റിലേറ്റിംഗ് ടു നമ്പർ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് കാർസ് ഇൻ 2020 അക്രോസ് ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ കാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേംസിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതും ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനിൽ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ടൈം ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. When data are classified on the basis of time, it is known as chronological classification. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഡാറ്റ ഇയർലി ആയോ, മന്ത്ലി ആയോ, ക്വാർട്ടർലി ആയോ, വീക്ക്ലി ആയോ ഒക്കെ ക്ലാസിഫൈ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫേമിൻ്റെ സെയിൽസ് വോളിയം ഇയർലി ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ പോപ്പുലേഷൻ സെൻസസ് നമുക്കറിയാം 10 വർഷം കൂടുമ്പോഴാണ് പോപ്പുലേഷൻ സെൻസസ് നടത്താറുള്ളത്. ഓരോ 10 വർഷത്തെയും പോപ്പുലേഷൻ സെൻസസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ, ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയും നമുക്ക് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. Data classified on the basis of some qualitative attributes is known as qualitative classification. നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചില ഡാറ്റകൾ ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ ഡാറ്റയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. അത്തരം ക്ലാസിഫിക്കേഷനെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഡാറ്റ മേ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓക്യുപ്പേഷൻ, റിലീജിയൻ, ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ് ആണ്. ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സിൻ്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇതൊന്നും നമുക്ക് ക്വാണ്ടിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതാണ്. നെക്സ്റ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനെ ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നും വിളിക്കാം. When data are classified on the basis of their numerical values, such classification is known as quantitative classification. Height, weight, age, income, marks ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾസ് ആണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെ ക്ലാസിഫൈ ചെയ്താൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. സോ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത് ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ലൊക്കേഷണൽ ബേസിസിലാണെങ്കിൽ അതിനെ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ടൈം ബേസിസിലാണെങ്കിൽ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിസിലാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇതിനെല്ലാം എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. Next topic is variable. Variable refers to that quantity which is subject to change and which can be measured by some unit. നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതും എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതും ഏതെങ്കിലും ഒരു യൂണിറ്റിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്നതുമായ ക്വാണ്ടിറ്റിയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾസിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം: കണ്ടിന്യൂസ് വേരിയബിൾസ് ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. What is continuous variable? A continuous variable can take any numerical value. ഏത് ന്യൂമറിക്കൽ വാല്യൂ എടുക്കാനും സാധിക്കുന്ന വേരിയബിളിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് വേരിയബിൾസ് ഫ്രാക്ഷനായിട്ട്, അതായത് 1/2, 2/3, 3/4 എന്ന രീതിയിലും, ഇൻറ്റഗ്രൽ വാല്യൂ ആയിട്ട്, അതായത് 1, 2, 3, 4 എന്ന രീതിയിലും, അല്ലെങ്കിൽ റേഞ്ച് ആയിട്ട് 10 to 20, 20 to 30 ഇങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്, അത് നമുക്ക് ഹൈറ്റ് പറയുകയാണെങ്കിൽ 165 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 165.2 സെൻറ്റിമീറ്റേഴ്സ് എന്നൊക്കെ എക്സ്പ്രസ് ചെയ്യാം. വെയ്റ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ 50 kg അല്ലെങ്കിൽ 50.5 kg എന്നൊക്കെ പറയാം. ടൈം, ഡിസ്റ്റൻസ് ഇതൊക്കെ കണ്ടിന്യൂസ് വേരിയബിൾസിന് എക്സാമ്പിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ക്രീറ്റ് വേരിയബിൾ.
Discrete variables are expressed in terms of complete numbers. കണ്ടിന്യൂസ് വേരിയബിൾസ് പോലെ എനി വാല്യൂ ആയിട്ട് ഏത് ന്യൂമറിക്കൽ വാല്യൂ രൂപത്തിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസ് ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. അതായത് ഒരു കംപ്ലീറ്റ് നമ്പർ ആയിട്ട് മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് പറയാൻ പറ്റില്ല. 50 സ്റ്റുഡൻസ് അല്ലെ 55 സ്റ്റുഡൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി, ഇത് നമുക്കൊരു ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ടോ പോയിന്റ് വാല്യൂ ആയിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഡിസ്ക്രീറ്റ് വേരിയബിൾസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. Arranging of data in different classes according to a given order is called series. ഡാറ്റയെ ഒരു നിശ്ചിത ക്രമത്തിൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയി അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സീരീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടൻസിയിൽ അല്ലെങ്കിൽ എക്കണോമിക്സിൽ 11th കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് അവരുടെ റോൾ നമ്പർ ക്രമത്തിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത ഡാറ്റയെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയാം. 3 തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആണ് ഉള്ളത്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ സീരീസ് ഓർ സീരീസ് വിത്തൗട്ട് ഫ്രീക്വൻസീസ്. Individual series are those series in which the items are listed singly. ഇൻഡിവിജ്വൽ സീരീസിൽ ഓരോ ഐറ്റംസും ഫ്രീക്വൻസിയോ ക്ലാസ് ഇൻ്റർവെല്ലോ ഇല്ലാതായിരിക്കും ലിസ്റ്റ് ചെയ്തിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ അതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അതിൽ ഫ്രീക്വൻസിയോ ക്ലാസ് ഇൻ്റർവെല്ലോ അല്ല അത് കാണിക്കുന്നത്. ഓൺലി വേരിയബിൾസ് ആയിട്ട് എക്സാക്റ്റ് വാല്യൂസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള സീരീസിനെയാണ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിനെയാണ് ഫ്രീക്വൻസി അറേ എന്നും പറയുന്നത്. Discrete series or frequency array is that series in which data are presented in a way that exact measurements of items are clearly shown. ഡിസ്ക്രീറ്റ് സീരീസിൽ ഡാറ്റ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ ഐറ്റംസും എത്ര ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ മാർക്സ് ആണ്. മാർക്സ് ഓഫ് സ്റ്റുഡൻസ്. അതിൽ മാർക്സും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സീരീസിനെയാണ്, ഇങ്ങനെ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. അതായത് ഓരോ മാർക്സും 11 മാർക്സ് ഉണ്ട്, 12 ഉണ്ട്, 14, 16, 17, 18, 20 വരെ ഉണ്ട്. അതിൽ 11 മാർക്സ് എത്ര പേർക്ക് കിട്ടി? 3 പേർക്കാണ് കിട്ടിയത്. അതാണ് ഫ്രീക്വൻസി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഫ്രീക്വൻസിയും കൂടിയുള്ള സീരീസാണ് എന്ത്? ഡിസ്ക്രീറ്റ് സീരീസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി അറേ. 11 മാർക്സ് കിട്ടിയ എത്ര പേരുണ്ടെന്ന് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ 12 മാർക്സ് കിട്ടിയ എത്ര പേരുണ്ട്, 14 മാർക്സ് കിട്ടിയ എത്ര പേരുണ്ട്, അങ്ങനെ ഓരോ മാർക്സും കിട്ടിയ എക്സാക്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം അറേഞ്ച്മെൻറ്റിനെയാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, കണ്ടിന്യൂസ് സീരീസ്. ഇറ്റ് ഈസ് ദാറ്റ് സീരീസ് ഇൻ വിച്ച് ഐറ്റംസ് കനോട്ട് ബി എക്സാക്ട്ലി മെഷേർഡ്. എക്സാക്റ്റ് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡാറ്റ അറേഞ്ച് ചെയ്താൽ അതിനെയാണ് കണ്ടിന്യൂസ് സീരീസിൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ക്ലാസ് ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ റേഞ്ച് ആയിട്ടാണ്. ഈ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ ഇടയിൽ എത്ര തവണ ഓരോ ഐറ്റംസും വരുന്നു എന്നാണ് കണ്ടിന്യൂസ് സീരീസിൽ കാണിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇത് കണ്ടാൽ നമുക്കറിയാം ക്ലാസ് ഇൻ്റർവെൽസിൽ, അതായത് മാർക്സ് 10 to 15 മുതൽ 45 to 50 വരെ ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ 10 to 15 മാർക്സിൻ്റെ 10 മാർക്സിനും 15 മാർക്സിൻ്റെ ഇടയിൽ എത്ര പേര് വരുന്നുണ്ട്? അത് 4 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് അത് മെഷർ ചെയ്യാൻ സാധിക്കില്ല. 10 മാർക്സ് കിട്ടിയ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ 14 മാർക്സ് കിട്ടിയ എത്ര പേരുണ്ട്, അല്ലെ 30 മാർക്സ് കിട്ടിയ എത്ര പേരുണ്ടെന്ന് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ഈ മാർക്കിൻ്റെ ഇടയിൽ എത്ര പേര് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ ഡാറ്റ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കണ്ടിന്യൂസ് സീരീസ്. ആ സീരീസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ടോപ്പിക്സ് നമ്മൾ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും. അതിൻ്റെ കൂടെ തന്നെ
ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.